നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. സമാപന ദിവസമായതിനാൽ തിങ്കളാഴ്ചയുണ്ടായത് സ്ഥാനാർത്ഥികളുടെ കൂട്ടപത്രിക സമർപ്പണം. മോർഫ് ചെയ്ത് ടെലഗ്രാം വഴിയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയും പ്രചരിപ്പിച്ചത് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ. അനൂപിന്റെ അറസ്റ്റിലൂടെ പുറത്തുവന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി സന്ദീപ് വാര്യർ. ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. കാസർഗോഡ് ഷാനവാസ് ബാദൂർ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ഇടതു ക്യാമ്പിൽ ആവേശം. ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ടെന്നും ഇത് യാഥാർത്ഥ്യമാക്കുവാനായിരിക്കും പരിഗണന നൽകുകയെന്നും ഷാനവാസ് ബാദൂർ. കാസർഗോഡ് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 110 സീറ്റുകൾ നേടി UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കാസർഗോഡ് നിയമസഭാ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെർക്കളയിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വി കോമൻ മാസ്റ്റർ സ്മാരക സംസ്കൃതി ചെറുകഥാ പുരസ്കാരം ജിതിൻ നാരായണന്. എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനം പുരസ്കാരം സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കല്ലട്ര മാഹിൻ ഹാജി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് വരണാധികാരിയായ RDO ബിനു ജോസഫ് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. കാസർഗോഡ് നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കല്ലട്ര മാഹിൻ ഹാജി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ RDO ബിനു ജോസഫ് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. CT അഹമ്മദ് അലി, NA നെല്ലിക്കുന്ന് തുടങ്ങിയ നിരവധി നേതാക്കൾ സംബന്ധിച്ചു. നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് കല്ലട്ര മാഹിൻ ഹാജി പത്രികാ സമർപ്പണത്തിനായി ഇറങ്ങിയത്. പ്രകടനത്തിന് KEA ബക്കർ, മാഹിൻ കേളോട്ട്, A ഗോവിന്ദൻ നായർ തുടങ്ങിയ നിരവധി നേതാക്കൾ നേതൃത്വം നൽകി. UDFന് 50 വർഷത്തിൽ പരമായി UDFന്റെ ഒരു ശക്തമായ ഒരു കോട്ടയാണ് കാസർഗോഡ് നിയോജക മണ്ഡലം. അതിൽ വിജയപ്രതീക്ഷയിൽ യാതൊരു സംശയമില്ല. BJP ജില്ലാ പ്രസിഡന്റാണ് സ്ഥാനാർത്ഥിയാക്കി, NDA സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അപ്പുറത്ത് ഇടതുപക്ഷം ഷാനവാസ് ബാദൂറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിട്ടുണ്ട്. അത് അവർ തമ്മിലുള്ള നെക്സസ് ഉണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നിരുന്നാലും അത് ഒരു പ്രശ്നവും ഞങ്ങൾ അതൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. UDFും NDAയും തമ്മിലാണ് മത്സരം. അത് നല്ല ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി 5 പതിറ്റാണ്ടിൽ കൂടുതലായി ഇപ്പം UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അപ്പോൾ അതിലൊരു സംശയമില്ല ജയത്തിൽ. പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പോലും വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ പറ്റിയ ഒരു നിയോജക മണ്ഡലമാണ് കാസർഗോഡ്. ഷാനവാസ് ബാദൂറിന്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും രീതിയിൽ BJPയെ സഹായിക്കാനാണെന്നുള്ള ആരോപണം ഞങ്ങൾക്കൊരു ആരോപണമില്ല. അതിനെ ഞങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ്. അത് LDF പലപ്പോഴും അവർക്ക് ഉള്ള 28,000-ഓളം വോട്ടുണ്ട്. അതിലൊരു വോട്ട് കൂടുതൽ കിട്ടും എന്ന പ്രതീക്ഷ. അതിൽ ഒരു വോട്ട് 28,000 പോലും കിട്ടുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പിന്നെ അത് നോക്കേണ്ടതില്ല. BJP ഞങ്ങളുടെയാണ് മത്സരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് വരണാധികാരിയായ RDO ബിനു ജോസഫ് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ RDO ബിനു ജോസഫിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്രികാ സമർപ്പണ ചടങ്ങിന് കർണാടക നടി അർഷിത പുന്നാച്ചയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. സ്ഥാനാർത്ഥിയെ അനുഗമിച്ച് BJP നേതാക്കളായ രവീശതന്ത്രി കുണ്ടാർ, ഗണേഷ് പാറക്കട്ട, അഡ്വക്കേറ്റ് B രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ എന്നിവരും എത്തിയിരുന്നു. വരണാധികാരിയുടെ ഓഫീസിൽ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് ML അശ്വിനി നാമനിർദ്ദേശ നടപടികൾ പൂർത്തിയാക്കി. നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് ML അശ്വിനി പത്രികാ സമർപ്പണത്തിനായി ഇറങ്ങിയത്. പ്രകടനമായെത്തിയ NDA പ്രവർത്തകർ മുദ്രാവാക്യങ്ങളും പതാകകളുമായി നഗരത്തിൽ അണിനിരന്നത് ആവേശക്കാഴ്ചയൊരുക്കി. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ നിരവധി പ്രവർത്തകരാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നത്. സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പ്രകടനം കാസർഗോഡ് നഗരത്തെ കാവിക്കടലാക്കി.
ಭಾರತೀಯ ಕೀರ್ತಿಯನ್ನು ಹೆಚ್ಚಿಸಲಿಕ್ಕೋಸ್ಕರವಾಗಿಯೂ ಭಾರತೀಯರೆಲ್ಲರೂ ಕೂಡ ಸ್ವಾಭಿಮಾನದಿಂದ ಜೀವಿಸಬೇಕು. ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ಮಂಜೇಶ್ವರದಿಂದ ಸುರೇಂದ್ರನ್ಜಿ ಅವರು ಮತ್ತು ಕಾಸರಗೋಡ್ನಿಂದ ಅಶ್ವಿನಿಜಿ ಅವರು ವಿಧಾನಸಭೆಯನ್ನ ಪ್ರವೇಶಿಸಿದರೆ ಸಾಕು. ಬಾಕಿ ಇರುವುದು ನೀವು ಹೇಳ್ತಾ ಇದ್ದೀರಿ, ನೀವು ಯಾವಾಗ ಗೆಲ್ಲಿಕ್ಕೆ ನೀವು 0-0 ಅಂತ ಹೇಳ್ತಾ ಇದ್ದೀರಿ. ಆದ್ರೆ ಆ 0 ಹಿಂದೆ ಒಂದು 5 ಸೇರಿಸಿ പ്രതീക്ഷ എന്താണെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇന്ന് നടന്ന റാലിയിൽ മുഴുവൻ കാസർഗോഡ് ജനങ്ങൾ എൻ്റെ കൂടെ താലിപ്പടുപ്പ് ഗ്രൗണ്ട് തൊട്ടിട്ട് ഇവിടെ RDO ഓഫീസിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹം BJP ഇവിടെ ജയിച്ചിട്ട്, BJPയുടെ MLA ജയിച്ചിട്ട് ഇവിടുത്തെ വോയിസ് ആയിട്ട് നിയമസഭയ്ക്ക് എത്തണം എന്ന് എല്ലാവരും ആഗ്രഹമാണ്. ബിക്കോസ് നരേന്ദ്രമോദിജിയുടെ 11 ഇയേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റും അതേപോലെ വികസിത ഭാരതം വികസിത കേരളമിൻ്റെ വിഷൻ അത് കാസർഗോഡുക്കും കൂടി കൊണ്ടുവരുന്നു എന്ന് ഉറച്ച ആത്മവിശ്വാസം ഉള്ളത്, കോൺഫിഡൻസ് ഉള്ളത് BJPയുടെ MLA വന്നെങ്കിൽ മാത്രമാണ്. സോ അത് ജനങ്ങൾ ഇന്ന് നമുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിജയത്തിന് മാത്രമല്ല, ഇനി വിജയിച്ചിട്ട് ആ ഭൂരിപക്ഷം എത്ര കൂട്ടണം എന്ന് മാത്രമാണ് ഞാൻ കാൽക്കുലേഷൻ ആക്കിക്കൊണ്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയായി KM അഷ്റഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നു. കാസർഗോഡ് നിയമസഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് വരണാധികാരിയായ RDO ബിനു ജോസഫ് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. ഷാനവാസ് പാദൂർ കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എത്തിയതോടെ പ്രവർത്തകർ ആവേശത്തിൽ. സസ്പെൻസുകൾക്കൊടുവിലാണ് INLന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂരിനെ പ്രഖ്യാപിച്ചത്. ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ടെന്നും ഇത് യാഥാർത്ഥ്യമാക്കുവാനുള്ള ശ്രമങ്ങൾക്കായിരിക്കും പരിഗണന നൽകുകയെന്നും ഷാനവാസ് പാദൂർ KCN ന്യൂസിനോട് പറഞ്ഞു. സസ്പെൻസിനൊടുവിൽ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതേപോലെ തന്നെ യുവജന നേതാവുമായ ഷാനവാസ് പാദൂറാണ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗും BJPയും കൊമ്പുകോർക്കുന്ന ഈ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ കൂടി രംഗപ്രവേശം ചെയ്തതോടെ അംഗം മുറുകുമെന്ന കാര്യം ഉറപ്പാണ്. വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നതിനായി ഷാനവാസ് പാദൂർ നമ്മോടൊപ്പം ചേരുകയാണ്. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? ഈ കാസർഗോഡ് നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വികസന സാധ്യതകളുള്ള, വികസനം അത്യാവശ്യമായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ കാസർഗോഡ് മണ്ഡലം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ടൗൺ തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ വികസനം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുള്ളൊരു മണ്ഡലമാണിത്. അതോടൊപ്പം തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരും മുമ്പത്തെ പോലെയൊന്നും അല്ല. ആൾക്കാർക്കിപ്പോൾ അറിയാം, വെറും ചിഹ്നത്തിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരല്ല ഇന്നത്തെ യൂത്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് യൂത്ത് മാത്രമല്ല, യൂത്തിനോടൊപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാരും ചേരുന്നൊരു കാലമാണിത്. അപ്പോൾ എന്തായാലും
പിന്നെ അങ്ങനെ ഒരു തലമുറ പിന്നെ വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്ന കാര്യത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ പ്രവർത്തനം പിന്നെ നമ്മൾ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് തന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ വീണ്ടും അവരെന്നെ ചേർത്ത് നിർത്തും എന്ന വിശ്വാസമുണ്ട്. ചെങ്കളയിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയം നേടിയ ആളാണ് താങ്കൾ. അത്തരത്തിലുള്ള ഒരു വിജയം ഇവിടെ പുതുതലമുറ വോട്ടർമാർ ഉൾപ്പെടെ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ലേ കാസർഗോഡ്? അത് ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും സാധ്യമല്ലേ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയവും, ആ കമൻറ്റിനോട് എനിക്ക് ചെറിയ എതിർപ്പുണ്ട്. ഞാൻ ആ ഒരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് പിന്നെ ഈ മത്സരരംഗത്തേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ പൊതുവെ ഇനി ഏതൊരാളും മത്സരരംഗത്തേക്ക് വിജയപ്രതീക്ഷയോടുകൂടി മാത്രമേ വരുള്ളൂ. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് അവിടെ നടന്നത് പിന്നെ ശ്രീ പാതൂർ കുഞ്ഞാമാജിയുടെ മകനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന ലേബൽ, അദ്ദേഹം ജനങ്ങളോട് കാണിച്ച ആത്മാർത്ഥത, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂടി പിന്നെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഈ നാടിന് ഇല്ലെങ്കിൽ എൻ്റെ ആ പിന്നെ ഡിവിഷന്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടും എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം അവിടുത്തെ ആൾക്കാർ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പെൻഡിങ്ങിലില്ല. ഏതായാലും ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഞാൻ അവിടുന്ന് ആ ഡിവിഷനിൽ പിന്നെ എൻ്റെ ഭരണം തീരുന്ന കാലം വരെ. എന്തൊക്കെ വികസന മുദ്രാവാക്യങ്ങളാണ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കുന്നത്? നമുക്ക് മറ്റ് നിയോജക മണ്ഡലങ്ങളെ കമ്പയർ ചെയ്താൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ വികസനം ദാഹിക്കുന്നൊരു മണ്ഡലമാണിത്. മുൻകാലങ്ങളിൽ വികസനം നടന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് വേണ്ട രീതിയിൽ കുറച്ചും കൂടി പ്ലാനിങ്ങോടുകൂടി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അത് വേണ്ട രീതിയിൽ എന്തായാലും നടന്നിട്ടില്ല. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് നമ്മൾ ഈ കാസർഗോഡ് ടൗൺ. അപ്പോൾ ഈ ടൗണ് മുതലാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇവിടുന്ന് നമ്മളെ പുതിയ തലമുറക്കടക്കം പിന്നെ ഇന്നത്തെ മറ്റ് ജില്ലകളിലെ ടൗണുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക്, അതൊരിക്കലും ഒരു 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എങ്കിലും പിന്നെ അതിനൊരു തുടർ പ്രവർത്തനം ഉണ്ടായാൽ, എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അതിനുള്ള തുടക്കം കുറിച്ച് വെക്കുമായിരിക്കും. അതിനൊരു തുടർ പ്രവർത്തനം ഉണ്ടായാൽ ഏറെ വൈകാതെ നമ്മളെ ടൗണും മറ്റ് ജില്ലയിലെ ടൗണുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നമ്മളിവിടുത്തെ കുട്ടികൾ കോഴിക്കോട് ടൗണിലേക്ക് പോയി വരുന്ന ആൾക്കാരുണ്ട്. അത് അവരെ നിർഭാഗ്യമല്ലേ. ഈ അടുത്ത കാലത്ത് മറ്റേ ഒരു പാട്ടുകാരൻ്റെ ഒരു വിഷയം വന്നില്ലേ, ഇവിടെ ആൾക്കൂട്ടം കൂടി പിന്നെ പോലീസ് ലാത്തി വീശുന്നൊരവസ്ഥയുണ്ടായി ഹനാൻ ഷാ വന്നപ്പോൾ. അതെ, ശരിക്കും പറഞ്ഞെങ്കിൽ അന്ന് നമ്മൾ കുറേ വീഡിയോ ഇന്നിപ്പോൾ നിങ്ങളെ ചാനലൊക്കെ അന്ന് വന്നതാണ്. പെണ്ണുങ്ങളൊക്കെ ഓടിപ്പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടത്. അങ്ങനൊരു സാഹചര്യം അന്ന് ഉണ്ടാവാൻ കാരണം നമ്മുടെ ജില്ലയിൽ ഇതുപോലെയുള്ള പരിപാടികളൊന്നും നടക്കുന്നില്ല. എപ്പോഴെങ്കിലും വർഷത്തിലൊരു പെരുന്നാളോ ഇല്ലെങ്കിൽ ഒരു ഓണോ ഇല്ലെങ്കിൽ ഒരു ക്രിസ്മസോ വരുന്ന രീതിയിലാണ് ഇതുപോലെയുള്ള ഒരു പരിപാടി നടക്കുന്നത്. കോഴിക്കോടും കണ്ണൂരൊക്കെ ആഴ്ചക്ക് അതുപോലെയുള്ള പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടി ഇവിടെ നടക്കാത്തത് അതിനുള്ള സൗകര്യം നമ്മളെ ഈ മണ്ഡലത്തിനകത്തില്ല. ഉണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ അന്നത് സംഭവിക്കുമായിരുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. എനിക്കൊരവസരം തരികയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഒരുപാട് പിന്നെ ഈ ജില്ലയെ പറ്റി, ഈ മണ്ഡലത്തിനെ പറ്റിയിട്ടുള്ള പിന്നെ വികസന സ്വപ്നങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്കുണ്ട് സ്വപ്നങ്ങൾ, അറിയാം. നിങ്ങളോടൊപ്പം യോജിച്ച് നിന്നുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ ഞാനും ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ജില്ലയെക്കുറിച്ച് ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ട് എന്നാണ് ഷാനവാസ് പാതൂർ വ്യക്തമാക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കാലയളവിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഈ വിജയത്തിന് മുൻതൂക്കം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AK അഷ്റഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കളോടൊപ്പവും പ്രവർത്തകരോടൊപ്പവും പ്രകടനമായി എത്തി ഉപവരണാധികാരിയായ മഞ്ചേശ്വരം തഹസിൽദാർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AK അഷ്റഫ് നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു.
UDFന്റെ ശക്തി വിളിച്ചോതുന്ന പ്രകടനത്തോടെയായിരുന്നു പത്രികാ സമർപ്പണം. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ഉപ്പള ലീഗ് ഓഫീസിൽ നിന്നും UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രകടനം നടന്നു. പാർട്ടിയുടെ കൊടികളേന്തിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയുമായിരുന്നു മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിൽ സ്ഥാനാർത്ഥി എത്തിയത്. തുടർന്ന് മഞ്ചേശ്വരം തഹസിൽദാർ മുൻപാകെ പത്രികാ സമർപ്പണം നടത്തി. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖ ജില്ലാ സംസ്ഥാന നേതാക്കൾ പത്രികാ സമർപ്പണ വേളയിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ ആയിരക്കണക്കിന് അനുയായികൾ സ്ഥാനാർത്ഥിക്ക് പൂച്ചെണ്ടുകൾ നൽകിയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചും വരവേറ്റു. ഈ ആവേശം മണ്ഡലത്തിലെ UDFന്റെ വിജയസാധ്യത ഉറപ്പാക്കുന്നുവെന്ന് പ്രവർത്തകർ പറഞ്ഞു. പത്രികാ സമർപ്പണത്തിന് മുമ്പ് ലീഗ് ഓഫീസിൽ സംസാരിച്ച AKM അഷ്റഫ് മഞ്ചേശ്വരത്തിന്റെ വികസനത്തിനും സാധാരണക്കാരുടെ ശബ്ദമായി മാറാനും ഒരിക്കൽ കൂടി അവസരം ലഭിച്ചിരിക്കുകയാണെന്നും മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്നേഹത്തിലും പിന്തുണയിലും തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രതികരിച്ചു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള അവസരം പാർട്ടിയും മുന്നണിയും നൽകിയിരിക്കുകയാണ്. ഇന്നാണ് നമ്മുടെ നോമിനേഷൻ സമർപ്പണം. 11 മണിക്ക് മുമ്പ് നമ്മുടെ താലൂക്ക് ഓഫീസിൽ വെച്ച് നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മൾ 8 പഞ്ചായത്തുകളും 4 ജില്ലാ പഞ്ചായത്തും ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. BJPക്ക് ഒരിക്കലും മഞ്ചേശ്വരത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ജനാധിപത്യ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയും. ഈ പ്രാവശ്യം അവർ പയറ്റുന്ന ഏറ്റവും വലിയ തന്ത്രം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് അത് 100-എങ്കിൽ 100, 200-എങ്കിൽ 200 നേടി കൃത്യമായി ന്യൂനപക്ഷ ഭിന്നതയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും ആസാമിലും ഒറീസയിലും BJP ജയിച്ചതുപോലെയുള്ള ഒരു തന്ത്രം BJPയുടെ നേതാക്കന്മാർ പറഞ്ഞത് ഈ പ്രാവശ്യം അമിഷ തന്ത്രമാണ് മഞ്ചേശ്വരത്ത് ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന്. മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് നന്നായി BJP എന്ന് പറയുന്ന പാർട്ടി അറിയാം. ആർക്കും BJPയുടെ വിഷവും BJPയുടെ വർഗീയ ഇടപെടലുകളൊക്കെ നന്നായി അറിയുന്ന ആളുകളാണ്. മഞ്ചേശ്വരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, ശാന്തതയാണ്, മതേതരത്വമാണ്. ഈ ഇലക്ഷനിൽ 229 ബൂത്ത് കേന്ദ്രീകരിച്ച് എന്റെ മുമ്പിലുള്ള ആളുകളൊക്കെ ഒന്നെങ്കിൽ ജനപ്രതിനിധികൾ, ഒന്നെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാർ, ഇല്ലെങ്കിൽ അനുഭാവികൾ, ഇല്ലെങ്കിൽ ഓരോ വാർഡിലും കഴിവുള്ള ആളുകൾ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ 229 ബൂത്തിൽ വർക്ക് ചെയ്താൽ 2001-ലെ 13,000 മറികടക്കുന്ന ഒരു ഭൂരിപക്ഷം അത്രമാത്രം നമ്മുടെ അനുകൂലകരമായ ഒരു തരംഗമാണ്. ഓരോ UDFകാരനും ഒരു വീട്ടിൽ ചോദിക്കാൻ കഴിയുന്നത് ടോൾ സ്ഥാപിച്ച ആളുകൾക്ക് വോട്ട് കൊടുക്കണം, ടോളിന്റെ സമയത്ത് കള്ളക്കളി കളിച്ച ആളുകൾക്ക് വോട്ട് കൊടുക്കണം, ടോൾ എതിർത്തവർക്ക് വോട്ട് കൊടുക്കണം. 3 ചോദ്യം. ടോള് കൊണ്ടുവന്നവർക്ക് വോട്ട് കൊടുക്കണം, ടോളിനിടയിൽ കാപട്യം കാണിച്ച ആളുകൾക്ക് വോട്ട് കൊടുക്കണം, ടോൾ റദ്ദ് ചെയ്തവർക്ക് വോട്ട് കൊടുക്കണം. AKM അഷ്റഫിന്റെ പത്രികാ സമർപ്പണത്തോടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. വികസന നേട്ടങ്ങളും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളും മുൻനിർത്തി UDF പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലെത്തി വരണാധികാരിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചീമേനിയിലെ കോൺഗ്രസ് പ്രവർത്തകൻ പ്ലാന്തോളി കൃഷ്ണന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം രാവിലെ 11 മണിയോടെയാണ് ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലെത്തി വരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത്. ഇതിനു മുന്നോടിയായി കാഞ്ഞങ്ങാട് സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പ്രവർത്തകരുടെ അകമ്പടിയോടെ സന്ദീപ് വാര്യരെ താലൂക്ക് ഓഫീസിലേക്ക് ആനയിച്ചു.
പ്രിയപ്പെട്ട UDF സഹപ്രവർത്തകരെ, നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി സാന്നിധ്യത്തിൽ MP രാജ്മോഹൻ ഉണ്ണിത്താൻ, PK ഫൈസൽ, AGC ബഷീർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, കരിമ്പിൽ കൃഷ്ണൻ എന്നിവർ സന്ദീപിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പം വിദ്യാനഗറിൽ കലക്ട്രേറ്റിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. മഞ്ചേശ്വരം മുൻ യൂത്ത് ലീഗ് സെക്രട്ടറിയായ കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മഞ്ചേശ്വരത്തു നിന്നും ജനവിധി തേടുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണവും കാർഷിക രംഗത്തെ തകർച്ചയും മലയോര മേഖലയെ വരിഞ്ഞു മുറുക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന UDF സർക്കാർ കർഷകരെ ചേർത്ത് പിടിക്കുന്ന നടപടികൾക്ക് മുൻഗണന നൽകുമെന്നും UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ നട്ടെല്ലായ കാർഷിക മേഖല സംരക്ഷിക്കപ്പെടാത്തത് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. മലയോര കർഷകർ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വിളകളുടെ നാശവും വന്യമൃഗശല്യവും നേരിടുകയാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വർഷങ്ങളായി കേന്ദ്ര കേരള സർക്കാരുകൾ താൽപര്യം കാട്ടുന്നില്ലെന്നും UDF സ്ഥാനാർത്ഥി പറഞ്ഞു. കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണന സാധ്യത തേടാനും സർക്കാരുകൾ തയ്യാറാവുന്നില്ല. 2 മുഖ്യമന്ത്രിമാരുടെ മണ്ഡലമായിരുന്നിട്ടുകൂടി തൃക്കരിപ്പൂരിന്റെ അവസ്ഥ അതിദയനീയമാണെന്ന ആരോപണമാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. ചീമേനിയിൽ IT പാർക്ക് വരുന്നെങ്കിൽ യുവതിയുവാക്കൾക്ക് അനന്ത സാധ്യതയുണ്ടാവുമായിരുന്നു. 10 വർഷമായി അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഉപേക്ഷിക്കുകയുമായിരുന്നു. വെറുപ്പും വിദ്വേഷവും വെടിഞ്ഞ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന UDF സ്ഥാനാർത്ഥിയായ തനിക്കെതിരെ CPM വിദ്വേഷ പ്രചരണം നടത്തുകയാണെന്നും UDF സ്ഥാനാർത്ഥി പറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് ചിറ്റാരിക്കൽ ടൗണിലായിരുന്നു തുടക്കം. തോമാപുരം സെന്റ് തോമസ് ഫെറോന പള്ളി, കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രം, നീലംപാറ ജുമാ മസ്ജിദ് തുടങ്ങിയ ആരാധനാലയങ്ങളിലുൾപ്പെടെ 40 കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ വികസന വളർച്ച സാധ്യത കൂടി കണക്കിലെടുത്താണ് UDF മിഷൻ നടപ്പാക്കുകയെന്നും കർഷകനും KPCC ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് വാര്യർ പറഞ്ഞു. ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി പഞ്ചായത്തുകളിലെ പര്യടന പരിപാടിക്ക് UDFന്റെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് തല നേതാക്കൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഇടത് ദുർഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നും 110 സീറ്റുകൾ നേടി UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കാസർഗോഡ് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഇടത് ദുർഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നും 110 സീറ്റുകൾ നേടി UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കാസർഗോഡ് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം സകല മേഖലയിലും പരാജയമായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയുയർന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കി. മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം കാരണം കാർഷിക വിളകൾ നശിച്ചു. ഇതിനെതിരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല. ആശാവർക്കർമാർ മാസങ്ങളോളം സമരം നടത്തിയിട്ടും അവർക്ക് വേതനം കൂട്ടി നൽകിയില്ല. പകരം ജയിൽ പുള്ളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചു. കുടുംബശ്രീകൾക്ക് കടം വീട്ടാൻ സബ്സിഡി നൽകിയില്ല. പല ക്ഷേമ പെൻഷനുകളും നിർത്തലാക്കി. സർക്കാർ ആശുപത്രികൾ മോർച്ചറികളായി മാറിയെന്നും MP പറഞ്ഞു. പിന്നെ ശയന പ്രദർശനം, പിന്നെ മുടിമുറിച്ചു, പിന്നെ മുട്ടയടിച്ചു, പിന്നെ എന്തെല്ലാം സമരമാർഗം. ഒരു 10 രൂപ അവർക്ക് കൂട്ടിക്കൊടുക്കാത്ത ഈ ഗവൺമെന്റ് ജയിലിൽ കിടക്കുന്ന പുള്ളികൾക്ക് എത്ര ലക്ഷം രൂപയാണ് കൂട്ടിക്കൊടുത്തത്? ഓരോ ആളുകൾക്കും എത്ര രൂപ വെച്ച് കൂട്ടിക്കൊടുത്തു? എത്ര ലക്ഷങ്ങൾ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് കൊടുത്ത പൈസയുടെ ഒരു 10% 265 ദിവസം സമരം ചെയ്ത ആശാ വർക്കർമാർ കൊടുത്തു. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ കടം വീട്ടാൻ
അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് സബ്സിഡി കൊടുത്തു. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് വാദോരാതെ മുദ്രാവാക്യം വിളിക്കുന്ന ഈ ഗവൺമെന്റ് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? ക്ഷേമ പെൻഷനുകൾ മുഴുവൻ നിർത്തിയില്ലേ? വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, സ്വാതന്ത്ര്യ സമര പെൻഷൻ, ഈ പെൻഷനുകൾ നിർത്തി. ആശുപത്രികൾ ഇന്ന് മോർച്ചറികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കൈക്ക് ഒരു ചെറിയ പരിക്ക് പറ്റി ചെന്നപ്പോൾ കൈ മുറിച്ചു കളഞ്ഞു പാലക്കാട്ട്. മാത്രമല്ല, ആലപ്പുഴയിൽ വണ്ടാനത്ത് ഒരു സ്ത്രീയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കത്രിക വയറ്റിലിട്ട് കുത്തിത്തച്ചു. അവർ വേദന കൊണ്ട് പുളഞ്ഞു. അപ്പൊ ഡോക്ടർ പറയുന്നു, ആരോഗ്യമന്ത്രി പറയുന്നു, ഒരു 10-25 വർഷക്കാലം ആ കത്രിക അകത്ത് കിടന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആലോചിച്ച് നോക്കെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീ പിടിച്ചു, 5 പേർ മരിച്ചു. ആരോഗ്യ രംഗം ഇന്ന് വെന്റിലേറ്ററിലാന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ആരോഗ്യരംഗം മോർച്ചറിയിലാണ്. UDF കാസർഗോഡ് മണ്ഡലം ചെയർമാൻ മാഹിൻ കേളോട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A. ഗോവിന്ദൻ നായർ, B. രാമനാഥ റൈ, മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, DCC പ്രസിഡന്റ് PK ഫൈസൽ, A. അബ്ദുൾ റഹ്മാൻ, NA നെല്ലിക്കുന്ന് MLA, K. നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, PM മുനീർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നിയമസഭാ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. LDF കാസർഗോഡ് മണ്ഡലം കൺവെൻഷൻ ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 10 വർഷക്കാലത്തെ ഭരണകാലയളവിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന ക്ഷേമ പദ്ധതികളുടെ സ്നേഹസ്പർശമേൽക്കാത്ത ഏതെങ്കിലും ഒരു കുടുംബം ഈ കേരളത്തിലുണ്ടോ? ഉണ്ടോ? കാസർഗോഡ് മണ്ഡലത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു പെൻഷൻ എടുത്തില്ല. കാരണം 1 കോടി ആളുകൾ പെൻഷൻ വാങ്ങുന്നത് കേരളത്തിൽ, 62 ലക്ഷം സാമൂഹിക പെൻഷൻ വാങ്ങുന്നുണ്ട്. 62 ലക്ഷം ആളുകൾ ഏതെങ്കിലും ഒരു പെൻഷൻ പണം എത്തും. പെൻഷൻ എത്താത്തവർക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്. ചെറുപ്പക്കാർക്കല്ലേ തൊഴിലില്ലായ്മയ്ക്ക് നേരെ മുഖം തിരിച്ച് കാർക്കിച്ചു തുപ്പിയ ചെറുപ്പക്കാരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവരാണ് UDF ഗവൺമെന്റ്, ഈ ലീഗും കോൺഗ്രസും. ഒറ്റ നയ പൈസ കൊടുത്തില്ല, ഒറ്റ തൊഴിലവസരം ഉണ്ടാക്കിയില്ല. നിയമന നിരോധനത്തിന്റെ വലിയ ബോർഡ് തൂക്കി. ആ ബോർഡ് വലിച്ചു പറിച്ച് താഴെ കളഞ്ഞ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ, പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ഏറ്റവും നല്ല രീതിയിൽ നിയമനം നടത്തും. അഡ്വക്കേറ്റ് V. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. MA ലത്തീഫ്, M. അനന്തൻ നമ്പ്യാർ, സ്ഥാനാർത്ഥി ഷാനവാസ് പാതൂർ, സുബൈർ പടുപ്പ്, M. സുമതി, TK രാജൻ, TMA കരീം, സണ്ണി അരമന, VK രമേശൻ, അബ്ദുൽ റഹ്മാൻ ബാങ്കോട്, അഹമ്മദ് അലി കുമ്പള എന്നിവർ സംസാരിച്ചു. അസീസ് കടപ്പുറം, സിദ്ദിഖ് ചേരങ്കൈ, AG നായർ, ബിജു ഉണ്ണിത്താൻ, ചന്ദ്രശേഖര ഷെട്ടി തുടങ്ങിയവർ വേദിയിലുണ്ടായിരുന്നു. KA മുഹമ്മദ് ഹനീഫ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മോർഫ് ചെയ്ത് ടെലഗ്രാം വഴിയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയും പ്രചരിപ്പിച്ചത് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ. ഇരിയണ്ണി ബേപ്പ് നിട്ടൂർ മൂലയിലെ P. അനൂപിന്റെ അറസ്റ്റിലൂടെ പുറത്തുവന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്നും മറ്റു മാർഗങ്ങളിലൂടെയും ശേഖരിച്ച ഫോട്ടോകളാണ് മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി അനൂപ് പ്രചരിപ്പിച്ചത്. സ്വന്തം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി കണ്ട പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് യുവാവ് കുടുങ്ങിയത്. സൈബർ ലോകത്ത് പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് കാസർഗോഡ് അരങ്ങേറിയിരിക്കുന്നത്. സ്റ്റുഡിയോ ക്യാമറമാനായ ഇരിയണ്ണി ബേപ്പ് നിട്ടൂർ മൂലയിലെ P. അനൂപ് എന്ന യുവാവ് മോർഫ് ചെയ്ത് ടെലഗ്രാം വഴിയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയും പ്രചരിപ്പിച്ചത് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ്. യുവതികളുടെയും പെൺകുട്ടികളുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്നും മറ്റു മാർഗങ്ങളിലൂടെയും ശേഖരിച്ച 32ലധികം ഫോട്ടോകളാണ് അനൂപ് മോർഫ് ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ ചിത്രങ്ങൾ നഗ്നരൂപത്തിലാക്കി ടെലഗ്രാം വഴിയും മറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയും പ്രചരിപ്പിക്കുകയായിരുന്നു. ചില പുരുഷന്മാരുടെ ഫോട്ടോകളും യുവതികളുടെ ചിത്രങ്ങൾക്കൊപ്പം ചേർത്ത് അശ്ലീല രൂപത്തിൽ നിർമ്മിച്ചതായും പരാതികളുണ്ട്. സ്വന്തം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി കണ്ട പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. മാർച്ച് 11 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലായാണ് യുവതികളുടെ ചിത്രങ്ങൾ പ്രതി ദുരുപയോഗം ചെയ്തത്. ഇവരുടെ അറിവോ സമ്മതമോ കൂടാതെ കൈക്കലാക്കിയ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി മാറ്റുകയും തുടർന്ന് ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് കേസ്. പ്രതി അയാളുടെ പേര് അനൂപ് എന്നാണ്. അയാൾ നമ്മുടെ ആദൂർ പോലീസ് സ്റ്റേഷനകത്ത് ഇരിയണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളുടെ തന്നെ ഫോട്ടോകൾ ഈ മോർഫ് ചെയ്തിട്ട് വിവിധ സമൂഹ മാധ്യമങ്ങളെ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നു. അതിനകത്ത് ആ നാട്ടുകാരായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പിന്നെ അതേ ഗ്രൂപ്പിൽ തന്നെ ഈ പുരുഷന്മാരുടെ ഫോട്ടോസും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പരാതികൾ വന്നു. നമ്മളങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അങ്ങനെ അത് പ്രചരിപ്പിച്ച സമൂഹ മാധ്യമങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോൾ നമുക്ക് ഈ പ്രതിയിലേക്ക് നയിക്കുന്ന ഡീറ്റെയിൽസ് കിട്ടി. അതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. അങ്ങനെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടിയ പരാതി ആദ്യം ഒരു പരാതിയായിരുന്നു. അത് പ്രകാരമാണ് കേസെടുത്തത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അതും കൂടാതെ മറ്റ് നിരവധി ആളുകളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിയുടെ കൂടെ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ടെലിഗ്രാം പോലുള്ള ഗ്രൂപ്പുകൾ, ഇങ്ങനെ മറ്റ് ഗ്രൂപ്പുകൾ വല്ലതും ഉണ്ടോ എന്ന് കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് നമ്മൾ ടെലിഗ്രാമിനും അതുപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ഔദ്യോഗികമായിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് മറുപടി കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയുള്ളവരുടെ പ്രതിയെ ചേർത്ത് അന്വേഷണം നടത്തുന്നതായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഈ പ്രതിയുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 മൊബൈൽ ഫോണുകളും അയാളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും അതിൻ്റെ ഹാർഡ് ഡിസ്കുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പരിശോധനയ്ക്കായിട്ട് അയക്കുന്നുണ്ട്. അല്ല, അണ്ടറേജ് അല്ല. ഇപ്പം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതും പരാതി തന്നിരിക്കുന്നതും അഡൾട്ടായിട്ടുള്ള ആളുകളുടെയാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റൂല. അതാണ് അന്വേഷിക്കുമ്പോഴേ അറിയാൻ പറ്റൂ. കാരണം ഇതിനകത്ത് നിരവധി ആളുകളുള്ള ഗ്രൂപ്പുകളാണ്. അതിനകത്ത് ആരാണിത് എഡിറ്റ് ചെയ്തതെന്നും നിർമ്മിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ പറയാൻ. സ്വാഭാവികമായിട്ടും അയാൾ പ്രദേശവാസിയാണ്. അയാളുടെ സമൂഹ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ ഫോട്ടോ ഉണ്ട്. പിന്നെ അയാൾക്ക് പരിചിതരായ ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ അതൊക്കെ അയാൾ ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതാണ് മോശമാക്കി. ഇപ്പൊ നമ്മുടെ അന്വേഷണത്തില് ഇത് ഫോട്ടോകള് സാധാരണ ഫോട്ടോ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഈ പ്രതിയാണ്. അതിനകത്ത് തന്നെയുള്ള മറ്റംഗങ്ങളായിരിക്കാം ഇത് ചിത്രീകരിച്ച് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് എടുക്കുന്നത്. അത് ഇയാളുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ ഇയാൾ അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യം. നിരവധി പെൺകുട്ടികളുടെ പരാതിയുണ്ട്, നാട്ടുകാരുടെ അല്ലാതെ ആണുങ്ങളുടെയും പരാതിയുണ്ട്. കാരണം അവരുടെയൊക്കെ ഫോട്ടോകൾ ഇങ്ങനെ ദുരുപയോഗിച്ചിരിക്കാന്നൊരു സംശയം അവർക്കുണ്ട്. അതുകൊണ്ട് അവരെല്ലാം നമുക്ക് പരാതി തന്നിട്ടുണ്ട്. അതെല്ലാം കേസുകൾ ചേർത്ത് അന്വേഷിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 5-6 പരാതി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഈ കേസുമായി ചേർത്ത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഈ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതലായിട്ട് നമ്മൾ പ്രതിയെ ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അല്ലല്ല, പൈസ അല്ല, അയാളുടെ ഒരു മോഡസ് ആയിരിക്കും. കാരണം ഇങ്ങനെയുള്ള നിരവധി ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ രംഗത്തുണ്ട്. ടെലിഗ്രാം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഗ്രൂപ്പുകളിൽ. അപ്പൊ ഇത്തരം ആളുകളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുകയും അത് ആസ്വദിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. യുവതികളുടെ പരാതിയെ തുടർന്ന് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്ത വിവരം അറിഞ്ഞതോടെ ഒളിവിൽ പോയ പ്രതിയെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇൻസ്പെക്ടർ H. മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. SCPOമാരായ സവാദ് അഷ്റഫ്, സുധീഷ്, CPO നജ്ന, CPO വിപിൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയിൽ നിന്ന് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, 2 മൊബൈൽ ഫോണുകൾ, ഹാർഡ് ഡിസ്ക് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതിലൂടെ കൂടുതൽ ഇരകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവം പുറത്തറിഞ്ഞതോടെ ആദൂർ മേഖലയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സ്ത്രീകളെ ലക്ഷ്യമിട്ട് സൈബർ അതിക്രമം നടത്തിയ പ്രതികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാരും വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടു. പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തതായും വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വി കോമൻ മാസ്റ്റർ സ്മാരക സംസ്കൃതി ചെറുകഥാ പുരസ്കാരം ജിതിൻ നാരായണന് എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനം സമ്മാനിച്ചു. മനസ്സിൽ വിത്തിറക്കുന്നവനാണ് എഴുത്തുകാരനെന്ന് സന്തോഷ് ഏച്ചിക്കാനം പറഞ്ഞു. കൃഷിക്കാരൻ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ എഴുത്തുകാരൻ മനസ്സിൽ കൃഷി ചെയ്യുന്നുവെന്ന് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനം പറഞ്ഞു. അതിനായി അവൻ കരുതി വയ്ക്കുന്ന വിത്താണ് തന്റെ സർഗാത്മക സൃഷ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകൃതിയുടെ ഓരോ ജീവജാലങ്ങൾക്കും ഒരു കടാക്ഷമുണ്ട്. അവയെ വേട്ടയാടുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പേരാണ് ജനാധിപത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുല്ലൂരിൽ സംസ്കൃതി ഏർപ്പെടുത്തിയ വി കോമൻ മാസ്റ്റർ സ്മാരക ചെറുകഥാ പുരസ്കാരം ജിതിൻ നാരായണന് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ വൃക്ഷങ്ങൾ അതിന്റെ കുഞ്ഞുങ്ങൾക്ക്, അതായത് ആഹാരമില്ലാത്ത അതിന്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും, വേരിലൂടെ ഭക്ഷണം കൊണ്ടുകൊടുത്ത് തീറ്റിക്ക്
ചിന്തിക്കും അത്രേ. നമ്മുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരു മനസ്സും ആത്മാവും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മഹാഭാരതത്തിൽ നമുക്ക് മരങ്ങൾ യാത്ര ചെയ്യുന്നത് നമുക്ക് അന്ന് വ്യാസം പറഞ്ഞിട്ടുണ്ട്. മരങ്ങൾ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വ്യാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പഠനത്തിൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന, നമ്മളെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന നിശ്ചലമായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ആർക്കുള്ളത്? ഈ പറയുന്ന മരങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. ഒരിക്കലും വ്യത്യസ്തമൊന്നുമല്ല. അപ്പൊ അതിൽ തന്നെ ആഫ്രിക്കയിലെ മരങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്, ആഫ്രിക്കയിലെ മരങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മൾ കുട പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഇവിടെയുള്ള ഒരു ഒരു കാടിന്റെ രീതിയല്ല ആഫ്രിക്കയുടെ കാടിന്റെ രീതി. അത് അല്പം ഉയർന്നിട്ട് കുട പോലെ നിൽക്കുന്ന മരങ്ങളാണ്. ഈ കുട പോലെ നിൽക്കുന്ന മരങ്ങളെ തിന്നാൻ വേണ്ടിയിട്ട്, അത് ജിറാഫിനും കൂടി തിന്നാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള, ജിറാഫിന് തല കീഴെ വെച്ചിട്ട് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റേ ഈ ജിറാഫിന് തിന്നാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് ജിറാഫിന് കൂടി തിന്നാൻ വേണ്ടിയിട്ടാണ്. ജിതിൻ നാരായണന്റെ വിത്ത് എന്ന കഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. ചടങ്ങിൽ സംസ്കൃതി വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൈറ്റ് ആവിഷ്കരിച്ച ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ മികവ് തെളിയിച്ച പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ ഡോക്ടർ കെ കൃഷ്ണേന്ദു എന്നിവരെയും അനുമോദിച്ചു. ചടങ്ങിൽ സംസ്കൃതി പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സന്തോഷ് പനയാൽ, അശ്വിൻ ചന്ദ്രൻ, P ജനാർദ്ദനൻ, ഗോപി കാരാക്കോട്, KP ശശികുമാർ, AT ശശി, ഉണ്ണികൃഷ്ണൻ വണ്ണാർവയൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E റീജിയണൽ ചെയർപേഴ്സൺ, സോൺ ചെയർപേഴ്സൺമാരുടെ 4ാമത് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്നു. കോഴിക്കോട്, വയനാട്, മാഹി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ ലയൺസ് ലീഡർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E റീജിയണൽ ചെയർപേഴ്സൺ, സോൺ ചെയർപേഴ്സൺമാരുടെ 4ാമത് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്നു. കോഴിക്കോട്, വയനാട്, മാഹി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ ലയൺസ് ലീഡർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പരിപാടി ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. Very few I can tell you all over the international. Hardly, 0.001% people get to repeat an RC or ZC. Repeat it at a time. So it is your term, my term is there till 30th of June. Suraj will become first VDG, that's okay. That is from 1st of July. But we are RC ZCs now. That's Suraj, that's how it is. So let us not be away from our duties. You all have been doing your duties very well. The review that we want to see, is there anything which needs a little bit more of a focus. District all our targets are being met very well. Nallavaru respect in international level, international president personally. And at the parliament, you have earned. Edana sentence use cheyadadu. You have earned yourself this. RC and ZC coordinator ബോബിഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി റീജ ഗുപ്ത, K ശ്രീനിവാസ ഷിനോയ്, വൈസ് ഗവർണർമാരായ ടൈറ്റസ് തോമസ്, PS സൂരജ്, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി വിഷു പനങ്ങാട്, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി K പ്രേംകുമാർ, ചീഫ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അഡ്വൈസർ E അനിരുദ്ധൻ, ലയൺസ് ഡിസ്ട്രിക്ട് നേതാക്കളായ സുഭാഷ് നായർ, S ബിജോയ്, ബ്രിജിത്ത് കുളങ്ങരത്ത്, TG ബാലൻ, പുരുഷോത്തം ബസപ്പ, ഷാജി ജോസഫ്, വത്സല ഗോപിനാഥ്, സെനോൻ ചക്കിയാട്ട്, ജില്ലാ സെക്രട്ടറി V വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതവും രാഘവൻ തേക്കടവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. സമാപന ദിവസമായതിനാൽ തിങ്കളാഴ്ചയുണ്ടായത് സ്ഥാനാർത്ഥികളുടെ കൂട്ടപത്രിക സമർപ്പണം. മോർഫ് ചെയ്ത് ടെലഗ്രാം വഴിയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയും പ്രചരിപ്പിച്ചത് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ. അനൂപിന്റെ അറസ്റ്റിലൂടെ പുറത്തുവന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി സന്ദീപ് വാര്യർ. ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി.
കാസർഗോഡ് ഷാനവാസ് ബാദൂർ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ഇടതു ക്യാമ്പിൽ ആവേശം. ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ടെന്നും ഇത് യാഥാർത്ഥ്യമാക്കുവാനായിരിക്കും പരിഗണന നൽകുകയെന്നും ഷാനവാസ് ബാദൂർ. കാസർഗോഡ് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 110 സീറ്റുകൾ നേടി UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കാസർഗോഡ് നിയമസഭാ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെർക്കളയിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വി കോമൻ മാസ്റ്റർ സ്മാരക സംസ്കൃതി ചെറുകഥാ പുരസ്കാരം ജിതിൻ നാരായണന്. എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനം പുരസ്കാരം സമ്മാനിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.